അമേരിക്കയിൽ വീണ്ടും ചീവീട് പ്രളയം വരുന്നു. ഇടയ്ക്കിടെ അമേരിക്കയിൽ ഉണ്ടാകുന്ന സിക്കാഡ ചീവീട് പ്രളയം ഇത്തവണ ന്യൂയോർക്ക്, ജോർജിയ, മസാച്യുസെറ്റ്സ്, ന്യൂജേഴ്സി ഉൾപ്പെടെ 10-ലധികം സംസ്ഥാനങ്ങളിൽ വരുന്ന മെയ് മാസത്തിൽ സംഭവിക്കുമെന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത്. സിക്കാഡ ചീവീടിന്റെ പ്രജനനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണിത്. സിക്കാഡകൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയാൽ കണ്ണെത്താ ദൂരത്തോളം ഒറ്റ രാത്രി കൊണ്ട് കോടിക്കണക്കിന് ചീവീടുകൾ നിറയും. മരത്തടികളിലും കാറുകളിലും ആളുകളുടെ ദേഹത്തും കെട്ടിടങ്ങളുടെ ഭിത്തികളിലും എവിടെ നോക്കിയാലും ചീവീടുകൾ മാത്രമാകും ഉണ്ടാവുക. സിക്കാഡ പ്രളയ സമയത്ത് US-ൽ റെയിൻകോട്ടുകളും ഫേസ് ഷീൽഡും ഇട്ടാണ് ആൾക്കാർ ഇവയിൽ നിന്നും രക്ഷ നേടുക. ചുവന്ന കണ്ണുകളും ഇരുണ്ട ശരീരവുമുള്ള സിക്കാഡ ചീവീട് മനുഷ്യർക്ക് പക്ഷേ അത്ര അപകടകാരിയൊന്നുമല്ല. കടിക്കാനോ കുത്താനോ കഴിവില്ലാത്ത നിരുപദ്രവകാരികളാണ് ഇവ. പക്ഷേ കോടിക്കണക്കിന് ചീവീടുകളെ ചുറ്റും കാണുമ്പോൾ ഉണ്ടാകുന്ന ഫോബിയ പോലെയുള്ള പ്രശ്നങ്ങൾ നിരവധി ആളുകൾക്ക് ഈ സമയത്ത് ഉണ്ടാകാറുണ്ട്. 2008-ൽ പ്രജനനം നടത്തിയ മാജി സിക്കാഡ എന്ന വിഭാഗത്തിലുള്ള സിക്കാഡകളാണ് ഇത്തവണ പുറത്തു വരിക. 13 മുതൽ 17 വർഷങ്ങൾ വരെ ഇവ മണ്ണിനടിയിൽ കഴിയും. ഇതുകൂടാതെ 1 മുതൽ 9 വർഷങ്ങൾ മണ്ണിനടിയിൽ കഴിയുന്ന പല വിഭാഗത്തിലുള്ള സിക്കാഡകൾ വേറെയുമുണ്ട്. ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും പ്രജനന സമയം എത്തുമ്പോഴാണ് ഇവ പുറത്തെത്തുക. ഭൂമിക്ക് മുകളിലേക്ക് എത്തുന്ന സിക്കാഡകൾക്ക് ഏതാനും ആഴ്ചകൾ മാത്രമാണ് ആയുസ്. ഇണകളെ ആകർഷിക്കാൻ ആൺസിക്കാഡകൾ 100 ഡെസിബൽ വരെ ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാക്കാറുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇണ ചേർന്ന് മുട്ടകളിടുന്നതോടെ ഇവ ചത്തൊടുങ്ങും. മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ ഭൂമിക്കടിയിലേക്ക് പോകും. ശേഷം അവിടെ മരങ്ങളുടെ വേരിൽ നിന്നുള്ള രസങ്ങൾ കുടിച്ച് വർഷങ്ങൾ ചിലവിടും. 17 വർഷങ്ങൾക്ക് ശേഷം പ്രജനന സമയമാകുമ്പോഴാണ് അവ പിന്നീട് പുറത്തേക്ക് വരിക. പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ ഒരു വിരുന്നാണ് ഈ സിക്കാഡ പ്രളയം. പക്ഷികൾക്കും മൃഗങ്ങൾക്കും മാത്രമല്ല, അമേരിക്കക്കാരുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നുകൂടിയാണ് സിക്കാഡകൾ. സിക്കാഡകളെ വറുത്തും പൊരിച്ചും ഒക്കെ കൊടുക്കുന്ന താൽക്കാലിക ഭക്ഷണശാലകൾ ഈ സമയത്ത് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അമേരിക്കയിൽ മാത്രമല്ല കേട്ടോ, ചൈന, മലേഷ്യ, മ്യാൻമാർ, ആഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെ സിക്കാഡ പ്രളയങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെയെല്ലാം ഇവ മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും ഭക്ഷണമാകാറുമുണ്ട്.